ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ ചെടികൾ വളർത്തുന്നവരെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ചെടികൾക്ക് നിങ്ങൾ വളം ചെയ്തിട്ടും ചെടികൾ പൂവിടുന്നില്ലേ, അല്ലെങ്കിൽ വളം ചെയ്ത ശേഷം ഫസ്റ്റത്തെ 1-2 ആഴ്ച ചെടി പൂവിട്ട ശേഷം പിന്നീട് പൂക്കളില്ലാത്ത അവസ്ഥയിലേക്ക് ചെടി മാറുന്നുണ്ടോ, അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന കാര്യം, നമ്മൾ ചെടിക്ക് വളം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ വളരെ കെയർ ചെയ്തുകൊണ്ട് മാത്രം നനയ്ക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒരുപാട് വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന രീതിയിൽ നനച്ചു കഴിഞ്ഞാൽ ചെടിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വളം മുഴുവൻ പുറത്തോട്ട് പോകും. അപ്പോൾ പല ആളുകൾക്കുള്ളൊരു ശീലമാണ് വളം ചെയ്ത് കഴിഞ്ഞാലും പൊതുവെ നനയ്ക്കുന്ന രീതിയിൽ ഒരുപാട് നനച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നനച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊടുത്തിട്ടുള്ള വളങ്ങളെല്ലാം പുറത്തോട്ട് ഒഴുകിപ്പോകും. NPK വളങ്ങൾ, DAP അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ വളമെല്ലാം പുറത്തോട്ട് പോകും. ചെടിക്ക് അത് വലിച്ചെടുക്കാനുള്ള ഒരു സാവകാശം പോലും കിട്ടില്ല. രണ്ടാമത്തെ പ്രശ്നം മണ്ണിലെ pH ആണ്. മണ്ണിലെ പുളിപ്പ് രസം അത് വളം കൊടുക്കുന്നതിന് ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ pHനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണിലെ pH എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതുപോലെ മണ്ണിലെ pH കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ മണ്ണിലെ പുളിപ്പ് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ചെടികൾക്ക് വളം വലിച്ചെടുക്കാനുള്ള കഴിവ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചെടിക്ക് നമ്മൾ ആവശ്യത്തിന് വളം കൊടുത്തിട്ടും ചെടിയിൽ വലിയ പുരോഗതിയൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള അല്ലെങ്കിൽ പോട്ട് മിശ്രിതത്തിലുള്ള പുളിപ്പ് രസം കാരണമാണോ അതൊന്നും നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണിലെ pH ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഒരുപാട് കിറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. pH ടെസ്റ്റിംഗ് കിറ്റുകൾ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത്തരം pH ടെസ്റ്റിംഗ് കിറ്റുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോട്ടി മിശ്രിതത്തിലുള്ള pH ലെവൽ എത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 6 മുതൽ ഒരു 7.2 വരെയുള്ള ആ ഒരു pH ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ചെടികൾക്കും നല്ല രീതിയിൽ വളം വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു pH. അപ്പോൾ ഒരു സ്ലൈറ്റ്ലി അസിഡിറ്റി ആയിട്ടുള്ളൊരു മണ്ണാണ് ശരിക്കും പറഞ്ഞാൽ ചെടികൾക്കെല്ലാം ആവശ്യമുള്ളത്. ഒരു 6 മുതൽ 7, അതാണ് 7 ശരിക്കും ന്യൂട്രൽ ഒരു റേഞ്ച് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ pH ലെവൽ ക്രമീകരിക്കാൻ ശ്രമിക്കുക. ആ ഒരു pH ലെവലിലേക്കാളും താഴെയാണെങ്കിൽ ചെടികൾക്ക് വളം വലിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 7 മുകളിലോട്ടാണ് pH എങ്കിൽ അതും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മൾ കൊടുക്കുന്ന വളം ചെടിക്ക് ആവശ്യത്തിന് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ നമ്മുടെ ചെടിക്ക് വളം വലിച്ചെടുക്കാൻ പറ്റാത്തതെന്ന് ചെക്ക് ചെയ്യുക. അടുത്ത കാരണം, നമ്മുടെ ചെടിക്ക് ഓവറായിട്ട് നമ്മൾ വളം മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വളം ചെയ്യുമ്പോൾ ചെടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ pHയിലുള്ള മാറ്റങ്ങൾ കാരണം മണ്ണിലുള്ള ഏതെങ്കിലും ഒരു മൂലം കൂടിക്കഴിഞ്ഞാലും ചെടികൾക്ക് വളം വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഏകദേശം ഇതിനെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് തന്നെ കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം ഫോസ്ഫറസ് കൂടിക്കഴിഞ്ഞാലും ചെടികൾക്ക് വളം വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. പൊട്ടാസിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഇതുപോലെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട വളം ആവശ്യത്തിന് മാത്രം കൊടുക്കുക. ആവശ്യത്തിൽ കൂടുതൽ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ വീഡിയോ പറയേണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.